നല്ല വെണ്ടയ്ക്ക കണ്ടോ, നല്ല വെണ്ടയ്ക്ക, നല്ല വലിപ്പമുള്ളത്. ഒരു 7 അടി ഉയരമുണ്ട് ഈ വെണ്ടയ്ക്ക. ഇതിങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ്. ഇന്ന് മഴക്കോളുള്ളത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ഫലമുള്ള നല്ല ഇനം വെണ്ടയാണ്. ഇതൊരു 3-4 ഇതേ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് മതി ഒരു കറി വയ്ക്കാൻ, ഒരു കൂട്ടാൻ വയ്ക്കാൻ. 4 മതി. നല്ല വലുപ്പമുണ്ട്. നമ്മൾ പരിചരിക്കുമ്പോൾ ആ ഇനം കുഴിച്ചിടുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് നമുക്ക് ഉണ്ടാകും. ഇത് കേരളമല്ല, ഇന്ത്യയുമല്ല. ഇതൊരു പാശ്ചാത്യ നാട്ടിൽ വെണ്ട മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ നട്ടു വളർത്തുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാകും. പക്ഷേ കേരളത്തിലെ പോലെ അധികം നാൾ ഇതുണ്ടായി നിൽക്കത്തില്ല. ഇതൊരു 3-4 മാസത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാലാവസ്ഥ മാറുമ്പോൾ ഇത് മുഴുവൻ അങ്ങ് ഇല്ലാതാകും. ഇതിപ്പം അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് മുഴുവനും ഇല്ലാതാകും. കാരണം കാലാവസ്ഥ ഇവിടെ പെട്ടെന്ന് മാറുക. ഇപ്പോൾ തന്നെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താമസിക്കുക 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് മുഴുവൻ കരിഞ്ഞു പോകും, അല്ലെ 3 ആഴ്ചയ്ക്കുള്ളിൽ. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണല്ലോ. ഇതിൻ്റെ നിൽപ്പ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. നന്നായിരിക്കുന്നു. വളരെ വളഞ്ഞ 7 അടിയെങ്കിലും ഉയരമുണ്ട്. എന്നാൽ അതിൻ്റെ നിൽപ്പ് കണ്ടോ, നല്ല വളഞ്ഞ് നല്ല വിനയത്തോടുകൂടെയുള്ള നിൽപ്പ് കണ്ടോ. ഇതിൻ്റെ അകത്ത് ഇതിന് നല്ല കനമുണ്ട്, ഇതിൻ്റെ അകത്ത് ഈടുണ്ട്, ഇതിൻ്റെ അകത്ത് മണിയുണ്ട്. ഇത് നല്ല ഫ്രൂട്ടാണ്, അതുകൊണ്ടാണ് ഇത് വളഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക ഉണ്ടായില്ലെങ്കിൽ ഇത് നേരെ അവിടെ നിൽക്കും. എന്നാൽ ഈ 3-4 നല്ലവണ്ണം ഏറ്റവും അറ്റത്തുണ്ടായത് കൊണ്ട് ഇത് വളഞ്ഞ് അതിൻ്റെ ഭാരം കൊണ്ട് ഇങ്ങനെ വളഞ്ഞ് ലൈക്ക് വിനയം, സൗമ്യത പോലെ നിൽക്കുകയും സൗമ്യതയോടുകൂടെ നിൽക്കുക. ഇതിൻ്റെ താഴെ നിന്ന് ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് ഞാൻ അനേകം വെണ്ടയ്ക്ക പറിച്ചു. ഇതിപ്പം ഇനി ഒരു പക്ഷേ ഇതാണോ ഇതിൻ്റെ അവസാനമെന്ന് അറിയത്തില്ല, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ വെണ്ടയ്ക്ക ഇനി വെണ്ട എന്നേക്കുമായിട്ട് ഇനിയും നമ്മളോട് യാത്ര പറയാൻ തോന്നുന്നു. എന്നാൽ ഇതിൻ്റെ വിനയം ശ്രദ്ധിച്ചോ, അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇതിൻ്റെ ഫ്രൂട്ട് ഉള്ളത് കൊണ്ടാണ്, ഇതിന് കാ ഉണ്ടായത് കൊണ്ടാണ് ഇത് വളഞ്ഞു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് തല ഉയർത്തി നേരെ ഇങ്ങനെ ഒരുമാതിരി എന്നെ കവിഞ്ഞ ഒരാളില്ല എന്നുള്ള നിലയിലായിരിക്കും അതിൻ്റെ നിൽപ്പ്. ഈ ചിലരും ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ചിലരുടെ പോക്കും വരവും നിൽപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ കവിഞ്ഞൊരാളില്ലെന്നുള്ളതാണ്. പക്ഷെ അവരുടെ അകത്തൊരു കാമ്പുമില്ല. എന്നാൽ ഇതുപോലെ ജീവിതത്തിൽ ചില വാല്യൂ, ചില സ്വഭാവങ്ങൾ, ചില നല്ല ചിന്തകൾ, മനോഭാവങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ അവർക്കെന്നും ഒരു വിനയം കാണും, അവർക്കൊരു സൗമ്യത കാണും. ഈ വിനയം എന്ന് പറയുന്നത് ഒരു കഴിവുകേടൊന്നുമല്ല, അത് സ്വർഗീയമായ ഒരു പ്രത്യേക സ്വഭാവമാണ് വിനയമെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് ചേർത്ത് തന്നെ ഒരു വാക്യം കിടപ്പുണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് ഒരു കഴിവുകേടൊന്നുമല്ല, അതൊരു പ്രത്യേക സ്വഭാവമാണ്. അത് സ്വർഗീയമായ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പാർക്കുന്നവർക്ക് കിട്ടുന്ന ഒരു മഹത്തരമായ അനുഭവമാണ് സൗമ്യത അല്ലെ വിനയം എന്ന് പറയുന്നത്. സോ മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്, ബട്ട് ഈസ് എ പോസിറ്റീവ് ഗുഡ് ഹെവൻലി ക്യാരക്ടർ. നമുക്ക് വിനയവും സൗമ്യതയും ഉണ്ടെങ്കിലുണ്ടല്ലോ അത് വെറുതെ കിട്ടത്തില്ല, അത് ദൈവിക സ്വഭാവമാണ്. ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കത് ലഭിക്കും. നമുക്ക് ആ വിനയവും സൗമ്യതയും ഉണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും. ഇപ്പം നമ്മളൊരു പീപ്പിൾസ് പേഴ്സൺ ആയിരിക്കും. അതായത് നമ്മൾക്ക് അനേക സ്നേഹിതരുണ്ടാകും. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതുവാനും അവർക്ക് നന്മ ചെയ്യാനും കഴിയും.
അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ. അവർ ഭാഗ്യവാന്മാരാണ്. അത് കൊച്ചു കാര്യമൊന്നുമല്ല, അത് വലിയൊരു കാര്യമാണ്. അതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സ്കൂളിൽ നിന്നൊന്നും കിട്ടത്തില്ല. അത് നമുക്ക് കിട്ടിയാൽ അത് നേടി വലിയൊരു കാര്യമാണ്. അവരെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ഈ വെണ്ട ഇവിടെ വളഞ്ഞു നിൽക്കുന്നു, അതിന് കഴമ്പുള്ള ഫ്രൂട്ടുണ്ട്, അതുകൊണ്ടാണ് അത് വളഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സൗമ്യതയും വിനയവും സ്നേഹവും ഉണ്ട്, എൻ്റെ അർത്ഥം അവർ കഴമ്പുള്ളവരാ, അവർക്ക് കാര്യമുണ്ട്, അവർക്ക് അത് പല നാളുകൾ കൊണ്ട് അവര് ദൈവത്തിൽ നിന്ന് നേടിയെടുത്തൊരു പ്രത്യേക, ദൈവത്തിൽ നിന്ന് നേടിയെടുത്തെന്ന് പറയാനൊക്കത്തില്ല, ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ച ആ സ്വഭാവം അവർ കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവരെ വളരെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ചില ഓഫീസിലൊക്കെ ചെന്നു അവർ കാലും വെച്ച് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് കയറി ചെല്ലാനേ തോന്നത്തില്ല. എന്നാൽ വളരെ സൗമ്യതയോടുകൂടെ വിനയത്തോടുകൂടെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിക്ക് നിന്നെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത്, അങ്ങനെയാണ് പാശ്ചാത്യ നാടുകളിലുള്ള ഓഫീസുകളിലേക്കൊക്കെ കയറി ചെല്ലുന്നതിനെ അവർ ചോദിക്കുന്നത്. അത് കേട്ടാൽ മലയാളികളായ നമുക്ക് ഹൃദയത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകും. എന്നാൽ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ടേ പലപ്പോഴും നമ്മൾക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വഭാവം നമുക്ക് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. ഈ വെണ്ടച്ചെടിയിൽ നിന്നും ഞാൻ ആ ചിന്ത നിങ്ങളുമായിട്ട് എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ പ്രിയ സ്നേഹിതരുമായി ഞാൻ പങ്കുവച്ചു. ഒരുപക്ഷെ ഇത് അനേകർക്ക് പ്രയോജനം ചെയ്യും. നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ, നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ, നിങ്ങളൊരു വീട്ടിലെ മകനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമായി തീരത്തില്ല. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ എന്നും ഒരു ആശ്വാസം. ആ ഭാര്യ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അഹങ്കാരിയാണെന്നൊന്നും പറഞ്ഞു നടക്കത്തില്ല. നിങ്ങൾ എപ്പോഴും ആ ഭാര്യയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒരു സൗമ്യതയും വിനയമുണ്ട് ഏത് ഭാര്യയ്ക്കും, ആർക്കും നിങ്ങളെ ഇഷ്ടമായിരിക്കും. ഇനി അതുപോലെ ഭാര്യമാര്, അതുപോലെ സഹോദരിമാര്, നിങ്ങളൊരു അഹങ്കാരിയായി ജീവിച്ചാൽ എല്ലാ പുരുഷന്മാർക്കും നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങളെ കണ്ടുകൂടാ. നിങ്ങളുടെ സ്വന്തം ഭർത്താവിന് പോലും നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ നിങ്ങൾക്കൊരു സൗമ്യതയുണ്ടോ, നിങ്ങൾക്കൊരു വിനയമുണ്ടോ, എൻ്റെ അച്ചായൻ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എൻ്റെ ഭർത്താവിന് വേണ്ടി എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വിനയമാണ്, സൗമ്യതയാണ്. പക്ഷേ അതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? നിങ്ങളോട് ആൾക്കാർക്ക് ഭയങ്കര കാര്യമായിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സ്വർഗീയ സ്വഭാവമുണ്ട്. അത് യേശുവിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ വെണ്ട അധികം താമസിക്കാതെ ഈ ഭൂമുഖത്തുനിന്ന് യാത്രയാവും. ഇനി ഒരിക്കലും ഈ വെണ്ട ഈ ഭൂമുഖത്ത് തിരിച്ചു വരില്ല. ഇതിനൊരാത്മാവില്ല. പക്ഷെങ്കിൽ ഇത് വാക്കും ഭാഷണം കൂടാതെ പറയുകയാണ്, എൻ്റെ യജമാനനെ എൻ്റെ ഈ ഫ്രൂട്ട് എടുത്തുകൊള്ളൂ, എന്നിട്ട് ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. 50, 60, 70, 80 ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. അത് കേരളത്തിലോ ഇന്ത്യയിലോ പാശ്ചാത്യ രാജ്യങ്ങളിലോ ഗൾഫ് നാടുകളിലോ എവിടെയുമാകട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള, അനുഗ്രഹമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഈ സ്വഭാവം ചില വിചാരിക്കും നിങ്ങൾക്ക് പറയാം, പക്ഷെ ഇത് അങ്ങനൊന്നും എന്നിൽ വരില്ല. ഞാൻ പറയട്ടെ, എനിക്ക് ഭൂമിയിൽ ആരോടും അരിശമില്ല, ആരോടും വിദ്വേഷമില്ല. എനിക്ക് ബുദ്ധിമുട്ടും എനിക്ക് പ്രയാസവും തന്നിട്ടുള്ള അനേകരുണ്ട്. എന്നെ ചീത്ത വിളിച്ചവരുണ്ട്, എന്നെ വെറുത്തവരുണ്ട്, എന്നെ പുച്ഛിച്ചവരുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ ക്ഷമിക്കുക. ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ സ്വഭാവം എനിക്ക് യേശു തന്നതാണ്. കാരണം യേശുവിനെ കാൽവരി കുരിശ് തറച്ചിട്ടപ്പോഴും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്തെന്നറിയാമോ? ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്ന നല്ല സ്വഭാവമാണ്. പക്ഷെ യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ നമുക്ക് ആ സ്വഭാവം ഉണ്ടാകും. സഹോദര, സഹോദരി, നിങ്ങൾ അധികം നമ്മളിവിടെ ജീവിക്കത്തില്ല. പക്ഷെ നമുക്കൊരു നിത്യതയുണ്ട്. നമ്മൾ യേശുവിനോടൊന്നിച്ച് ഈ ഭൂമി ജീവിച്ചാൽ നമ്മുടെ മരണാനന്തര ജീവിതം നമ്മൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും, നിത്യതയിൽ ഉണ്ടായിരിക്കും. ഇറ്റ്സ് എൻ എവർലാസ്റ്റിംഗ് ലൈഫ്, എന്നുമാണ്. എന്നാൽ യേശുവില്ലാത്തൊരു ജീവിതമാണെങ്കിൽ, ഞാൻ പറയട്ടെ, മരണശേഷം നിങ്ങളെ പിശാചുക്കൾ വന്ന് പിടിച്ച് നിങ്ങളെ നരകത്തിലാക്കും. അവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല. നിങ്ങൾ എന്നും ആ നരകത്തിൽ കിടക്കും. അവിടെ കിടന്ന് എത്ര കാറി ബഹളമുണ്ടാക്കിയാലും നിങ്ങളെ കേൾക്കാൻ അറിയാൻ ആരുമില്ല. പിശാച് നിങ്ങളുടെ നാവിന്മേൽ തീക്കനൽ കൊണ്ട് കുത്തും. കാരണം നിങ്ങൾ നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ
നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളാകാത്ത പള്ളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവിന്മേൽ പിശാച് തീക്കൊള്ളി വെച്ച് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളുടെ നാവിനെ ചുട്ടും നിങ്ങൾ വേദന അനുഭവിക്കും. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടാകാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവെങ്കിൽ, ഇന്നും നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഈ ലോകത്തിലെ സുഖങ്ങളും മാനങ്ങളുടെയും പുറകെ നടക്കുന്നെങ്കിൽ, നരകത്തിൽ ആ കത്തുന്ന തീപ്പൊയ്യിൽ നിങ്ങൾ എന്നും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിപ്പെടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്ക് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ വെണ്ട താമസിക്കാതെ ഇവിടെ നിന്ന് യാത്രയായി പോകും. എന്നാൽ നമ്മളും താമസിക്കാതെ ഇവിടെ നിന്ന് യാത്രയായി പോകും. പക്ഷേ ഇവിടെ നിന്ന് യാത്രയായി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നിത്യതയിൽ കണ്ടുമുട്ടും. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കണ്ടില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ കൂടെ അല്ലെ യൂട്യൂബിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ യേശുവിനെ കുറിച്ച് കണ്ടു കേട്ടു. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു എങ്കിൽ നിങ്ങളൊരു സ്വർഗീയ വ്യക്തിയായിരിക്കും. നിങ്ങൾ നിത്യതയിൽ വന്നു ചേരും. ഈ ഫേസ്ബുക്കിൽ കൂടെയോ യൂട്യൂബിൽ കൂടെയും നിങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെടാൻ കഴിയട്ടെ. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഇമെയിലിൽ നിങ്ങൾ ചെയ്യൂ, rajan.abraham@hotmail.com. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.